സർ, കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിച്ചിരുന്നു. ആ സന്ദർശന സമയത്ത് പോലും കോൺഗ്രസ് അദ്ദേഹത്തെ നിശിതമായി വിമർശിച്ചിരുന്നു. മല്ലികാർജുന ഖാർഗെ ഒക്കെ വിമർശനവുമായി രംഗത്തെത്തി. സന്ദർശനം ഇതുവരെ നടത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനം. 2 വർഷവും 4 മാസവും ഇതിനുശേഷമാണ് മോദി മണിപ്പൂരിൽ എത്തുന്നത്. പക്ഷേ അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ച ചില വികസന പദ്ധതികളുണ്ടല്ലോ, അത് കേട്ട് രാജ്യമൊട്ടാകെ ഞെട്ടി എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം. എല്ലാം ഒന്നേ മുതൽ മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കാം എന്ന തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ. അതിനുള്ള ഔപചാരികമായ പ്രഖ്യാപനം കൂടിയാണ് മോദി നടത്തിയത്. സർ, എങ്ങനെ വിലയിരുത്താം പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനത്തെ? പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം വൻ വിജയമാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 300 വർഷമായിട്ട് മുഗൾ ഭരണകാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്തും കോൺഗ്രസ് ഭരണകാലത്തും അനാർക്കിയായിരുന്നു, വികസനമില്ലായിരുന്നു. അവിടെ ടാറിട്ട റോഡില്ല, റെയിൽവേ ഇല്ല, എയർപോർട്ട് ഇല്ല, യൂണിവേഴ്സിറ്റി ഇല്ല, AIMS ഇല്ല, IIT ഇല്ല, IIM ഇല്ല, യൂണിവേഴ്സിറ്റി ഇല്ല, ഒന്നുമില്ല. ഏറ്റവും മോശമായ സംവിധാനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് പുറത്തു കിടക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. ആസാംകാരൻ മേഘാലയത്തിലോട്ട് പോകുമ്പോൾ പറയും ഞാൻ ഇന്ത്യയിലോട്ട് പോവുകയാണ്, മേഘാലയക്കാരൻ നാഗാലാൻഡിലോട്ട് പോകുമ്പോൾ പറയും ഞാൻ ഇന്ത്യയിലോട്ട് പോവുകയാണ്, നാഗാലാൻഡുകാരൻ ത്രിപുരയിലോട്ട് പോകുമ്പോൾ പറയും ഞാൻ ഇന്ത്യയിലോട്ട് പോവുകയാണ്, ത്രിപുരക്കാരൻ മണിപ്പൂരിലോട്ട് പോകുമ്പോൾ പറയും ഞാൻ ഇന്ത്യയിലോട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാർ ഇന്ത്യക്ക് അകത്താണെന്ന് പോലും അവരെ പഠിപ്പിച്ചിരുന്നില്ല, അല്ലെ അങ്ങനെ അവർക്ക് തോന്നിയിരുന്നില്ല. ആ ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ ഇടയ്ക്ക് മിസോറാമിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുപോയി ബോംബിടുകയും കൂടെ ചെയ്തു. വ്യോമസേനയെ ഉപയോഗിച്ച് സ്വന്തം ജനത്തിന്റെ മണ്ടയിൽ ബോംബിടുകയും കൂടെ ചെയ്തു. പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 2014 ശേഷം നോർത്ത് ഈസ്റ്റിന് വേണ്ടി പ്രത്യേക മന്ത്രിയെ ഇറക്കി. നമ്മുടെ ബഹുമാനായ അൽഫോൻസ് കണ്ണന്താനം ജി ആയിരുന്നു, IAS അദ്ദേഹമായിരുന്നു. അവരുമായിട്ട് ചർച്ച നടത്താനൊക്കെ നിയോഗിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം വൻ വിജയമായി. നോർത്ത് ഈസ്റ്റില് വികസനവും സമാധാനവും കൈവന്നു. അവിടെ മണിപ്പൂരില് പട്ടാളത്തിനെതിരെയും കേന്ദ്രത്തിനെതിരെയും സംസ്ഥാനത്തിനെതിരെയൊക്കെ ഉടുതുണി ഇല്ലാതെ സമരം ചെയ്തുകൊണ്ടിരുന്ന കോൺഗ്രസ്സുകാരികൾ ഉണ്ടായിരുന്നു, ഇന്ത്യ അലയൻസുകാരികളും ഇവാഞ്ചലിസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. സൈന്യവും പോലീസും ഒക്കെ വരുമ്പോൾ ഉടുതുണി പറിച്ചിട്ട് റോഡിൽ നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള വികൃതമായ സമരങ്ങളൊക്കെ അവിടെ ഇവർ നടത്തിയിരുന്നു. ഇന്ത്യ വിരുദ്ധരും ഹിന്ദു വിരുദ്ധരും ചൈനക്കാരും അമേരിക്കൻ സപ്പോർട്ടേഴ്സും ഇവാഞ്ചലിസ്റ്റും ഒക്കെ നടത്തിയിരുന്നു. ആ സമരമെല്ലാം പൊളിഞ്ഞു. ഈ പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് എയർപോർട്ട് ഉണ്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, റെയിൽവേ ലൈൻ ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, AIMS ഉണ്ട്, IIT ഉണ്ട്, IIMS ഉണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ പോലെ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റുകളുണ്ട്, ഫാക്ടറികളുണ്ട്, പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്, മേക്ക് ഇൻ ഇന്ത്യയുടെ പദ്ധതികളുണ്ട്, സ്വച്ഛ ഭാരതത്തിന്റെ പദ്ധതികളുണ്ട്, ജനൌഷധി ഷോറൂം ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ അനേകം ബിസിനസ്സുകൾ നോർത്ത് ഈസ്റ്റിൽ പോയി ബിസിനസ് തുടങ്ങി. യഥാർത്ഥത്തിൽ നേരത്തെ അവിടെ തട്ടിക്കൊണ്ടു പോകല്, എക്സ്റ്റോർഷൻ, കൊലപാതകം, ബലാത്സംഗം, ഇതൊക്കെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആയുധം നിരായുധീകരിച്ച് അവിടുത്തെ മെയിൻ തീവ്രവാദികളെ എല്ലാം ഗവൺമെന്റും പട്ടാളവും ചേർന്ന് ഇല്ലാണ്ടാക്കി. ബാക്കിയുള്ളവർ ചൈനയിലോട്ടും ബർമയിലോട്ടും ബംഗ്ലാദേശിലോട്ടും പോയി അവിടെ നേരെയാക്കി. പക്ഷേ 2023 തുടങ്ങി അവിടെ വീണ്ടും കലാപം ഉണ്ടാക്കാൻ വേണ്ടി പപ്പുവും കോൺഗ്രസും ഇന്ത്യ അലയൻസും ചൈനയും അമേരിക്കയും എല്ലാവരും കൂടെ ശ്രമിച്ചാണ് അവിടെ 2023 മെയ് മാസത്തില് ഒരു ഇല്ലാത്ത കോടതി വിധിയുടെ പേരിൽ അവിടെ കലാപം ഉണ്ടാക്കുന്നത്. ഈ കലാപത്തില് ബംഗ്ലാദേശിൽ നിന്നും കയറിയ ജിഹാദികളും ബർമയിൽ നിന്നും മ്യാൻമറിൽ നിന്ന് കയറിയ റോഹിംഗ്യ ജിഹാദികളും ഇത് കൂട്ട് ബംഗ്ലാദേശുകാർ മേത്തിയുടെ കൂടെ മറ്റേ റോഹിംഗ്യകൾ കുക്കിയുടെയും കൂടി കലാപം ഉണ്ടാക്കി പള്ളികളും അമ്പലങ്ങളും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഉപദ്രവിച്ചു. പക്ഷേ ഈ കലാപത്തിൽ ജിഹാദികൾക്ക് നാശനഷ്ടം ഒന്നും വന്നുമില്ല. ഇപ്പം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ CAA NRC നടപ്പിലാക്കുകയാണ്. ജിഹാദി ഫ്രീ നോർത്ത് ഈസ്റ്റ്. ജിഹാദികളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ആസാമും മറ്റ് സ്റ്റേറ്റുകളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പം CAA NRC പ്രകാരം ജിഹാദികളെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്, റോഹിംഗ്യകളെ ബർമയിലേക്ക് തിരിച്ചയക്കുകയാണ്. അവിടെ സമാധാനം കൈവന്നു കഴിഞ്ഞു. മിച്ചം അവിടെയുള്ള കുഞ്ഞാടുകള് ഇവാഞ്ചലിസ്റ്റ് അവരോടൊക്കെ ചർച്ച നടത്തി ആയുധമൊക്കെ താഴെ വെപ്പിച്ച് അവിടെ വികസനം കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതൊരു നല്ല സൂചനയാണ്. കോൺഗ്രസ് കിടന്ന് കരയുന്നതിന്റെ കാരണം ഇനി കോൺഗ്രസിന് അവിടെ റോളില്ല. കോൺഗ്രസ് പറയുന്നത് കേട്ട് കലാപം ഉണ്ടാക്കാൻ അവിടുത്തെ കുഞ്ഞാടുകളോ അല്ലെ ട്രൈബൽസോ തയ്യാറല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിന് വേണ്ടി കലാപം ഉണ്ടാക്കാൻ ജിഹാദികളെ അവിടെ നിർത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുമില്ല. അപ്പൊ രണ്ട് രീതിയിലും കോൺഗ്രസിന് കലാപം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കോൺഗ്രസിനെ വിശ്വസിച്ച് ഇനി ചൈനയും അമേരിക്കയും ആയുധം ഇറക്കാനോ ഒന്നും പോകത്തുമില്ല. അതോടെ കോൺഗ്രസിന്റെ നോർത്ത് ഈസ്റ്റിലെ റോള് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ജിഹാദി ഫ്രീ നോർത്ത് ഈസ്റ്റും കോൺഗ്രസ് ഫ്രീ നോർത്ത് ഈസ്റ്റുമാണ് അധികം താമസിയാതെ അവിടെ സംഭവിക്കാൻ പോകുന്നത്. ജിഹാദി ഇല്ലാണ്ടാവുന്നതോടെ, നോർത്ത് ഈസ്റ്റിൽ ഇല്ലാണ്ടാവുന്നതോടെ കോൺഗ്രസും അവിടെ ഇല്ലാണ്ടാവും. അവിടുത്തെ ഇവാഞ്ചലിസ്റ്റുകൾക്ക് കാര്യം മനസ്സിലായി. ഇനി കോൺഗ്രസിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ തീരുമെന്ന് മനസ്സിലായതോടുകൂടി അവർ ഗവൺമെന്റുമായിട്ട് സഹകരിക്കാൻ തുടങ്ങി. അതാണ് അവിടെ വന്നിട്ടുള്ള മാറ്റം. ഇതിലും എല്ലാം ഉപരിയായിട്ട്
കേരളത്തിൽ നിന്നുള്ള ഒരു കുറെ അധികം ഇവാഞ്ചലിസ്റ്റുകളാണ് ഈ മണിപ്പൂരിലും നോർത്ത് ഈസ്റ്റിലും പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ഗവൺമെന്റും അവിടെയുള്ള ആൾക്കാരും മനസ്സിലാക്കി കഴിഞ്ഞു. അവരൊക്കെ കള്ളക്കരച്ചിലുമായിട്ടും കള്ളപ്രചരണങ്ങളുമായിട്ട് കേരളത്തിൽ കൂടെ ചുറ്റിക്കറങ്ങി നടപ്പുണ്ട്. ഇനി നോർത്ത് ഈസ്റ്റിൽ പോയാൽ അവരുടെ പണിയും തീരും. ഈ നോർത്ത് ഈസ്റ്റിൽ പോയി അവിടെ മണി ചെയിൻ കൺവേർഷനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ചൈന പ്രവർത്തനങ്ങളും അമേരിക്കൻ പ്രവർത്തനങ്ങളും ജിഹാദിയുടെ കൂടെ തുപ്പൽ ബിരിയാണി കഴിക്കുന്ന പരിപാടി ഒന്നും ഇനി കേരളത്തിലെ ഇവാഞ്ചലിസ്റ്റുകൾക്കോ കേരളത്തിലെ ഇന്ത്യ അലയൻസിനോ നടത്താൻ പറ്റത്തില്ല. അവര് വികസനത്തിന്റെ പാതയിലേക്ക് മാറിയിരിക്കുന്നു. നോർത്ത് ഈസ്റ്റിലെ എല്ലാ സംസ്ഥാനങ്ങളും ആൾക്കാരും ജാതിമത ഭേദമന്യേ വികസനത്തിലേക്കും ദേശീയതയിലേക്കും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പപ്പുവിന് വേണ്ടി ആരെങ്കിലും പോയാൽ അവരെ ജനങ്ങൾ സമ്മതിക്കത്തില്ല. ഇതാണ് അവിടെ ഈ 2 വർഷം കൊണ്ടുണ്ടായ രാഷ്ട്രീയ മാറ്റം. കലാപത്തിൽ നിന്നും വികസനത്തിലേക്ക് അവർ വരികയാണ്. ഗവൺമെന്റ് വളരെ ഇച്ചിരി സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഇച്ചിരി പയ്യാണെങ്കിലും ഗവൺമെന്റ് അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നു. പെട്ടെന്ന് പോയി എന്തെങ്കിലും വിവരക്കേട് കാണിക്കുന്നതിന് പകരം ഒരു പ്രശ്നം ഉണ്ടായപ്പം സമചിത്തതയോടെ ഗവൺമെന്റ് പരിഹരിച്ചു. അതിൽ മര്യാദയ്ക്ക് വരുന്നവരോട് മര്യാദയ്ക്ക് സംസാരിച്ചു, തോക്കുമായിട്ട് വരുന്നവനെ വെടിവെച്ച് പൂശി. അങ്ങനെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട പോലെ ചെയ്തു. അതിന്റെ വിജയമാണ്. ഇപ്പൊ മിസോറാമില് ട്രെയിൻ വന്നിരിക്കുകയാണ്, ഹൈസ്പീഡ് ട്രെയിൻ വന്നിരിക്കുകയാണ്. 5-6 മലനിരകൾ തുറന്ന് തുരങ്കവും പാലങ്ങളും ഒക്കെ ആയിട്ട് ലോകത്തിലെ മഹാത്ഭുതമായിട്ടുള്ള റെയിൽവേ ലൈനുകളാണ് നോർത്ത് ഈസ്റ്റിൽ വരുന്നത്. നോർത്ത് ഈസ്റ്റിന്റെ എല്ലാ സംസ്ഥാനങ്ങൾക്കും IIT, IIM, AIMS അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു. എല്ലാ സംസ്ഥാനത്തും വിമാനത്താവളം ഉണ്ടാക്കി. അവിടുത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഇനി ആ സംസ്ഥാനങ്ങളെ മറ്റു രാജ്യങ്ങളുമായിട്ട് ബർമ, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, തായ്ലൻഡ് തുടങ്ങി അങ്ങോട്ട് റോഡ് പോയിരിക്കുകയാണ്. വലിയൊരു റോഡാണ് 3 വർഷത്തിനകം വരുന്നത്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലേക്ക് റോഡിൽ പോകാവുന്ന സംവിധാനം വരെ അവിടെ ഇറക്കി കഴിഞ്ഞു. ഇനി ആകെ അവിടെയുള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നമാണ്. അത് ഒരു വർഷത്തിനകം തീർക്കും. പാകിസ്ഥാനിട്ട് കൊടുത്ത പോലെ ഒരു പണി ബംഗ്ലാദേശിനിട്ട് മിച്ചം കിടപ്പുണ്ട്. അത് അധികം താമസിയാതെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും. അതോടുകൂടി അവിടുത്തെ പപ്പുവിന്റെ പ്രശ്നങ്ങളും കോൺഗ്രസിന്റെ പ്രശ്നങ്ങളും ഇന്ത്യ അലയൻസിന്റെ പ്രശ്നങ്ങളും അമേരിക്കയുടെയും ചൈനയുടെയും പ്രശ്നങ്ങളൊക്കെ ഒന്നിച്ച് പരിഹരിക്കപ്പെടും. പിന്നെ പ്രശ്നം ഇച്ചിരി മിച്ചം പ്രശ്നം ഉണ്ടാകുന്നത് കേരളത്തിലെ ഇവാഞ്ചലിസ്റ്റുകൾക്ക് മാത്രമാണ്. അവർക്കുള്ള ട്രീറ്റ്മെന്റ് കേന്ദ്രം എന്താണെന്നുള്ളത് പിന്നീട് ഡിസൈഡ് ചെയ്യും. PFIക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ് വേണോ വേറെ ട്രീറ്റ്മെന്റ് വേണോ എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നതായിരിക്കും. എന്തായാലും ഈ രീതിയിൽ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ വഷളാവുന്നതല്ല, എല്ലാം തീരുന്നു എന്നുള്ളതാണ്. സ്റ്റാൻലി സാർ സൂചിപ്പിച്ചതുപോലെ ഈ ജിഹാദി കൂട്ടായ്മകൾ നോർത്ത് ഈസ്റ്റിൽ നിന്ന് പടിയിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് അവിടെ അവരെ അങ്ങനെ നിലനിർത്താനോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താനോ സാധിക്കുന്നില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ മണിപ്പൂർ തന്നെയാണ്. ഇന്ന് മണിപ്പൂരിൽ കലാപങ്ങളില്ല. മണിപ്പൂർ ശാന്തമായി പഴയ ജീവിത രീതിയിലേക്ക് മടങ്ങുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം നൽകുന്ന ശുഭസൂചനയും അത് തന്നെയാണ്. വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സാർ.